കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ പരിപാടിയിൽ ഭാരതാംബ ചിത്രം വച്ചതിൽ ഇടപെട്ട കേരള സർവകലാശാല രജിസ്ട്രാർക്ക് ഇന്ന് നിർണായകം. ഇന്ന് ഉച്ചയ്ക്ക് മുൻപായി കേരള വിസിക്ക് മുൻപിൽ മറുപടി നൽകാനാണ് നിർദ്ദേശം. മറുപടി നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ ഗൌരവതരമായി കണക്കാക്കുമെന്നും വിസിയുടെ മുന്നറിയിപ്പുണ്ട്. അതേസമയം പുസ്തക പ്രകാശനം സംഘടിപ്പിച്ച ശ്രീ പത്മനാഭ സേവാ സമിതി ഭാരവാഹികൾക്കെതിരെ വിസി അറിയാതെ പോലീസിന് പരാതി നൽകിയതിലും നടപടിക്ക് സാധ്യതയുണ്ട്. എസ് ശാലിനി ചേരുന്നു. ശാലിനി, കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ പരിപാടിയിൽ ഭാരതാംബ ചിത്രം വച്ചതിൽ ഇടപെട്ട കേരള സർവകലാശാല രജിസ്ട്രാർക്ക് ഇന്ന് ഏറെ നിർണായകമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടതല്ലേ? അതായത് വിസിക്ക് മുൻപിൽ ഇന്ന് മറുപടി നൽകണം. അതോടൊപ്പം തന്നെ വിസി അറിയാതെ ഈ പരിപാടി സംഘടിപ്പിച്ച ശ്രീ പത്മനാഭ സേവാ സമിതി ഭാരവാഹികൾക്കെതിരെ പോലീസിൽ പരാതി നൽകിയതിലും ഒരുപക്ഷെ രജിസ്ട്രാർക്കെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ? രോഹിണി, 25-ാം തീയതിയാണ് കേരള സർവകലാശാലയുടെ ആസ്ഥാനത്ത് പത്മനാഭ സേവാ സമിതി ഇത്തരത്തിലൊരു പുസ്തക പ്രകാശനം, അടിയന്തരാവസ്ഥയുടെ 50 ആണ്ടുകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്യാനുള്ള തീരുമാനമെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് കാശടച്ച്, അതായത് 64,000-ലധികം രൂപ പണമടച്ച് രസീത് കൈപ്പറ്റിയതിനു ശേഷമാണ് ആ ഹോള് അവർ ഏറ്റെടുക്കുകയും ചെയ്തത്. പക്ഷേ അതിനുശേഷമാണ് ഈ ഭാരതാംബയുടെ ചിത്രം വെക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ രജിസ്ട്രാർ കൂടിയായ KS അനിൽകുമാർ ആ വിഷയത്തിൽ ഇടപെടുകയും ആ വേദിയിലെത്തിയ ചിത്രം നീക്കം ചെയ്യണമെന്നൊരു ആവശ്യം ഉന്നയിക്കുകയും ഒക്കെ തന്നെ ചെയ്തത്. അതിന് പിന്നാലെ ഈ പരിപാടി റദ്ദ് ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് നേരിട്ട് തന്നെ ഗവർണറെ വിളിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. പരിപാടി റദ്ദ് ചെയ്യാതെ തന്നെ മുൻകൂട്ടി ഒരു രീതിയിലുമുള്ള മെസ്സേജുകളോ അല്ലെങ്കിൽ അവരെ അറിയിക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ നേരിട്ട് രാജ്ഭവനിലേക്ക് വിളിച്ച് ഇത്തരത്തിൽ പരിപാടി റദ്ദ് ചെയ്യുകയാണ്, വരേണ്ടതില്ല എന്ന രീതിയിൽ പ്രതികരിച്ചു എന്നുള്ളത് അടക്കമുള്ള വിമർശനങ്ങൾ KS അനിൽകുമാറിനെതിരെ നിലനിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ കൂടിയാണ് പത്മനാഭ സേവാ സമിതി വിസിക്ക് മുൻപാകെ ഇപ്പോൾ പരാതി രജിസ്ട്രാർക്കെതിരെ നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ രാജ്ഭവൻ നേരിട്ട് വിസിയോട് ഈ വിഷയങ്ങളിൽ വിശദീകരണവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വിശദീകരണം ആവശ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ വിസി തന്നെ നേരിട്ട് രജിസ്ട്രാറോട് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മുൻപ് അന്ത്യശാസനം എന്നോണം വിശദീകരണം നൽകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ 2-3 കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഈ പരിപാടി റദ്ദ് ചെയ്യാനുള്ള നിർദ്ദേശം രജിസ്ട്രാർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ആ നൽകിയിട്ടുള്ള നിർദ്ദേശത്തിന്റെ അല്ലെങ്കിൽ ആ നൽകിയിട്ടുള്ള രേഖ അത് കൃത്യമായി തനിക്ക് മുൻപിൽ ഹാജരാക്കണമെന്ന് വിസി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ തന്നെ ഏതർത്ഥത്തിലാണ് ഈ ഒരു പരിപാടിയിൽ, അതായത് ഗവർണർ എത്തുന്ന പരിപാടിയാണ്, പ്രോട്ടോകോൾ ഉള്ള ഒരു പരിപാടിയാണ്, ആ പരിപാടിയിൽ സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു കിടക്കുന്ന വേദിയിലേക്ക് രജിസ്ട്രാർ എന്തിന് SFI KSU പ്രവർത്തകരെ വിളിച്ചു വരുത്തി എന്നതടക്കമുള്ള കാര്യങ്ങളിലും വിസി വിശദീകരണം തേടിയിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ രേഖാമൂലം തന്നെ തനിക്ക് മറുപടി നൽകണം. മറുപടി നൽകിയില്ല എന്നുണ്ടെങ്കിൽ, ആ മറുപടി തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്നുള്ള സൂചന കൂടി വിസി രജിസ്ട്രാർക്ക് നൽകിയിട്ടുള്ള കത്തിൽ പറയുന്നുണ്ട്. എന്തായാലും ഇന്ന് ഒരു നിർണായക ദിനം തന്നെയാണ് രജിസ്ട്രാർക്ക് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടാതെ തന്നെ രാജ്ഭവൻ നേരിട്ട് രജിസ്ട്രാറെ വിളിച്ചു വരുത്താനുള്ള സാധ്യതകൾ കൂടി ഈ ഘട്ടത്തിൽ തെളിയുകയാണ്. പ്രത്യേകിച്ച് ഒരു സർവകലാശാലയുടെ ഭരണകാര്യങ്ങളിൽ മാത്രം ഇടപെടാനാണ് രജിസ്ട്രാർക്ക് ചുമതലയുള്ളത്. കേരള സർവകലാശാലയുടെ ചട്ടങ്ങൾ 1977 പ്രകാരം ഇത്തരത്തിൽ അവിടെ നടക്കേണ്ട പരിപാടികളിലോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലോ ഇടപെടേണ്ട ആവശ്യം രജിസ്ട്രാർക്കില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇടപെടേണ്ടതായി വന്നാൽ അത് വിസി അറിഞ്ഞുകൊണ്ട് മാത്രമായിരിക്കണം ഒരു തീരുമാനമെടുക്കേണ്ടത്. ഈ പരാതി നൽകിയതടക്കമുള്ള കാര്യങ്ങൾ പത്മനാഭ സേവാ സമിതിക്കെതിരെയും സംഘാടകർക്കെതിരെ അടക്കം പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെയും അടക്കം DGPക്ക് രജിസ്ട്രാർ പരാതി നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു പരാതി നൽകാനുള്ള കീഴ്വഴക്കമോ ചട്ടമോ ഒന്നും രജിസ്ട്രാർക്ക് നിലവിലില്ല. അത് ചെയ്യേണ്ടത് വിസിയാണ്. വിസിയുടെ അറിവോ സമ്മതമോ ഒന്നുമില്ലാതെ ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തിയ രജിസ്ട്രാർക്കെതിരെ കൃത്യമായ നടപടിക്കാണ് സാധ്യതകൾ തെളിയുന്നത്. കൂടാതെ തന്നെ പത്മനാഭ സേവാ സമിതി നൽകിയിട്ടുള്ള പരാതിയിലും വിസി എടുക്കുന്ന നടപടി നിർണായകമാകും എന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ഷിജു ഖാൻ അടക്കമുള്ള ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ ഒരു വേദിയിലെത്തി വലിയ രീതിയിലുള്ള അക്രമ സ്വഭാവങ്ങളും ഒപ്പം തന്നെ ചില ഗൂഢാലോചനയും പരിപാടി അലങ്കോലമാക്കാനുമുള്ള ഇടപെടൽ രജിസ്ട്രാറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിമർശനമാണ് ഈ ഘട്ടത്തിൽ ശ്രീ പത്മനാഭ സേവാ സമിതി ഉന്നയിക്കുന്നത്. അത് തെളിയിക്കുന്ന രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ അവർ ഈ വിസിക്ക് മുൻപാകെ നൽകിയിട്ടുമുണ്ട്. എന്തായാലും രജിസ്ട്രാറെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിർണായക ദിനമാണ്. രാജ്ഭവന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ ഒരു ഭാഗത്ത് സാധ്യത തെളിഞ്ഞു നിൽക്കുന്നു, മറുഭാഗത്ത് വിസിക്ക് നൽകുന്ന റിപ്പോർട്ട് അല്ലെങ്കിൽ വിസിക്ക് നൽകുന്ന വിശദീകരണം തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ കടുത്ത നടപടിയിലേക്ക് വിസി കടക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. നമുക്കറിയാം, പല ഘട്ടങ്ങളിലും കേരള സർവകലാശാലയിൽ നടക്കുന്ന പല ഇടപെടലുകളിലും CPMന്റെയും ഇടതുപക്ഷത്തിന്റെ ഒപ്പം നിന്നുകൊണ്ട് പ്രൊഫസർ KS അനിൽകുമാർ രജിസ്ട്രാർ പല ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഏറ്റവും ഒരു അവസാന നടപടി എന്നോണമാണ് ഈ ഒരു പരിപാടിയിൽ ചില ഗൂഢാലോചനകൾ നടത്തി ഇടപെടൽ നടത്തിയെന്നാലും അതിൽ തക്കതായ നടപടിക്ക് വിസിയും രാജ്ഭവനും ഒരുങ്ങുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിർണായകമായി തന്നെ കാണേണ്ടിയിരിക്കുന്നു രജിസ്ട്രാർക്ക് ഇന്നേ ദിവസം. രോഹിണി.